നമ്മൾ ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ തന്നെയാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇൻക്രീസിങ് ഡിക്രീസിങ് ഒരു ഫംഗ്ഷൻ ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട് ഒരു ഫംഗ്ഷന്. അതായത് ഫംഗ്ഷനിൽ എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വൈ വാല്യൂവും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്ന് പറയും. എവിടെയെങ്കിലും ഈക്വലായിട്ടൊക്കെ പോവുകയാണെങ്കിൽ അത് എന്താണ് ഇൻക്രീസിങ് എന്ന് പറയും. അതായത് ഇതുപോലെ ഇപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്തു, അതിനുശേഷം കുറച്ച് പോയിൻറ്റ്സിൽ വൈ വാല്യൂ ഈക്വലാണ്, അതിനുശേഷം കുറച്ച് പോയിൻറ്റ്സിൽ വീണ്ടും ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇത്തരം ഫംഗ്ഷനെ ഇൻക്രീസിങ് എന്ന് മാത്രമാണ് പറയുന്നത് കേട്ടോ. അതേസമയം ചില ഫംഗ്ഷൻസ് എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വൈൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും, ഇൻക്രീസ് മാത്രമേ ചെയ്യുള്ളൂ, അല്ലാതെ ഈക്വലായിട്ട് നിൽക്കില്ല വൈ വാല്യൂ. അപ്പോൾ അതിനെ പറയുന്നത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് എന്നാണ്. സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഇനി ചില സമയങ്ങളിൽ എക്സിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. എന്നിട്ട് ചില പോയിൻറ്റ്സിൽ അത് ഈക്വലായിട്ട് നിൽക്കും, പിന്നെ വീണ്ടും ഡിക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിനെ നമ്മൾ ഡിക്രീസിങ് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്, ഡിക്രീസിങ്. ഇനി ചില പോയിൻറ്റ്സിലാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ കൃത്യമായിട്ട് ഡിക്രീസ് ചെയ്ത് പോകും, ഈക്വലായിട്ട് നിൽക്കാതെ കൃത്യമായിട്ട് ഡിക്രീസ് ചെയ്ത് പോകും. ഈ 4 ഡയഗ്രാംസാണ് ഇന്ന് കാലത്ത് തന്നിരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഡിക്രീസ് ചെയ്ത് പോകുന്നത് ഒരിക്കലും ഈക്വൽ ആകുന്നില്ല. ഇത്തരം ഫംഗ്ഷനാണ് ഡിക്രീസിങ് ഫംഗ്ഷൻ, സ്ട്രിക്ട്ലി ഡിക്രീസിങ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. അതിനുശേഷം ഇൻക്രീസിങ് ഡിക്രീസിങ്ങിൻ്റെ ഡെഫിനിഷൻ ഇന്നലെ നോട്ടിൽ തന്നിട്ടുണ്ട്, എങ്കിൽ ആ ഡെഫിനിഷൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എഫ് ബി എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി and differentiable on open interval AB. Then f is increasing in closed interval AB if f dashed x greater than or equal to 0. F is decreasing if f dashed x less than or equal to 0. F is strictly increasing if f dashed x greater than 0. Strictly decreasing if f dashed x less than 0. ഇത് സ്ട്രിക്ട്ലി ആണ് കേട്ടോ. നമ്മുടെ നോട്ടിൽ ആ ഈക്വൽ സൈൻ ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇവിടെ വെറും ഇൻക്രീസിങ് ആണ്. വെറും ഇൻക്രീസിങ്ങിൻ്റെ അവിടെ ഈക്വൽ ടു 0 വരും. വെറും ഡിക്രീസിങ് ആകുമ്പോൾ ഈക്വൽ ടു 0 വരും. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് വരുമ്പോൾ f dashed x greater than 0, f dashed x less than 0, strictly decreasing. ഇതാണ് അതിൻ്റെ ഡെഫിനിഷനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം പ്രോബ്ലംസ് തന്നെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇന്നലെ തന്ന പ്രോബ്ലംസ് അല്ല, വേറെ പുതിയ പ്രോബ്ലംസാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആ പ്രോബ്ലംസ് ഓരോന്നായിട്ട് നിങ്ങളും ചെയ്യുക കേട്ടോ. പ്രോബ്ലം മുഴുവനായിട്ട് എഴുതുന്നുണ്ട്, നോക്കിക്കോളൂ. പ്രൂവ് ദാറ്റ് ഞാൻ ഇവിടെ ഒന്നൊന്ന് നമ്പർ ഇടണു, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ ഇട്ടോളൂ കേട്ടോ. പ്രൂവ് ദാറ്റ് ലോഗരിതമിക് ഫംഗ്ഷൻ ഈസ് strictly increasing on 0 infinity. അപ്പോൾ എഫ് എക്സ് ഈക്വൽ ടു ലോഗ് എക്സ് എന്ന് എടുക്കാം, എഫ് ഡാഷ്ഡ് എക്സ് ഈക്വൽ ടു 1/x എന്ന് എടുക്കാം, എഫ് ഡാഷ്ഡ് എക്സ് ഗ്രേറ്റർ ദാൻ 0 അല്ലേ. 0 ഇൻഫിനിറ്റിയിലെ ഏത് പോയിൻ്റ് കൊടുത്താലും എക്സിന് ഏത് വാല്യൂ കൊടുത്താലും ചെറിയ വാല്യൂ ആണെങ്കിലും 1/x ഗ്രേറ്റർ ദാൻ 0 വരും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ 0 ഇൻഫിനിറ്റി. അത്രയും മാത്രം, ജസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടപ്പോൾ തന്നെ നമുക്ക് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇൻ 0 ഇൻഫിനിറ്റി എന്ന് എഴുതാൻ പറ്റി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നോട്ടിൽ എഴുതാം കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇത് ലോഗരിതമിക് ഫംഗ്ഷനാണ്, സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following functions are
വലിയൊരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് strictly decreasing on 0π/2. സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ 0π/2. അതിന് കുറേ ഫങ്ഷൻസ് തന്നിട്ടുണ്ട് കേട്ടോ. ഒന്നാമത്തെ ഫംഗ്ഷൻ കോസ് എക്സ് ആണ്. നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. കോസ് എക്സ് എന്ന് പറയുമ്പോൾ f' എത്ര വരും? -sin x വരും അല്ലേ? ഇൻ്റർവെല്ല് തന്നിരിക്കുന്നത് ഏതാണ്? 0π/2 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ്റർവെല്ലിനകത്തുള്ളൊരു വാല്യൂ എടുക്കും, f'/π/3. f'/π/3 കാണുമ്പോൾ എത്ര വരും? -sin π/3 എന്ന് വരും അല്ലേ? -sin π/3 എന്ന് വരുമ്പോൾ -√3/2 <0. ഫങ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ 0π/2. ഈ തന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ് ഓൺ 0π/2. അത് നിങ്ങൾക്ക് എഴുതാമല്ലോ, അറിയാമല്ലോ, മനസ്സിലായല്ലോ. ദ ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ 0π/2 കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഇതേപോലെ തന്നെ ഇതിൽ കുറേ ക്വസ്റ്റ്യൻസ് ഒരുമിച്ച് തന്നേക്കാണ് കേട്ടോ. അടുത്ത cos 2x ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. cos 2x ആകുമ്പോൾ നമ്മൾ cos 2x ആണ്. f' എന്ത് വരും? -2 sin 2x എന്ന് വരും അല്ലേ? അപ്പോൾ നമുക്ക് f'/π/3 -2 sin 2π/3 അല്ലേ? അപ്പോൾ എത്ര വരും? -2 sin 120 വരും അല്ലേ? അപ്പോൾ എത്ര വരും? -2 sin 90 + 30 എന്ന് വരും. അപ്പോൾ എത്ര വരും? -2 90 + 30 എന്ന് പറയുമ്പോൾ -2 sin 90 + 30 എന്ന് പറയുമ്പോൾ സൈൻ സെക്കൻഡ് ക്വാർട്ടറിൽ പോസിറ്റീവ് ആണല്ലോ. -2 cos 30 ഡിഗ്രി വരും. അപ്പോൾ എന്താ വരുന്നേ? -2 × cos 30യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. cos 30യുടെ വാല്യൂ √3/2 അല്ലേ? എങ്ങനെയായാലും നെഗറ്റീവ് ആയില്ലേ? അപ്പോൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ ഫംഗ്ഷനും സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ 0π/2. വിച്ച് ഓഫ് ദ ഫംഗ്ഷൻസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ cos 2xഉം സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഓൺ 0π/2 ആണ്. അടുത്ത ഫംഗ്ഷൻ tan x ആണ് കേട്ടോ. tan xനെ fx = tan x. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. tan xനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? f' x = sec² x വരും അല്ലേ? അപ്പോൾ അത് >0 അല്ലേ എപ്പോഴും? കാരണം ഇതൊരു സ്ക്വയർ ആണല്ലോ, >0 ആണ്. അപ്പോൾ എന്താ വരുന്നത്? ദിസ് ഫംഗ്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്. ഈ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. നമുക്ക് വാല്യൂ ഇട്ടൊന്നും കൊടുക്കുകയൊന്നും വേണ്ട. കാരണം എന്താണ്? സ്ക്വയർ ഉള്ളത് കൊണ്ട് അല്ലേ? ഏത് വാല്യൂ ആണെങ്കിലും അത് പോസിറ്റീവ് ആയിക്കോളും സ്ക്വയർ ചെയ്യുമ്പോൾ. ഓൺ 0π/2, സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഓൺ 0π/2. ഓക്കെ.